വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാവൂൾ ദാവീദിനെതിരെ ദുഷ്ടത പ്രവർത്തിച്ചെങ്കിലും ദാവീദ് തിരിച്ച് ദ്രോഹിക്കാതിരുന്നതുകൊണ്ട് സാവൂൾ ദാവീദ് ഒരു രാജാവാകുമെന്നും അവന് ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ചു. സാവൂൾ തിരിച്ചുപോയി. സാമുവേൽ മരിച്ചു. റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു. കർമ്മലിലെ ഒരു ധനികനും അതേസമയം ദുഷ്കർമ്മിയുമായ നാബാലിൻ്റെ ഭാര്യയായിരുന്നു അബിഗയിൽ. ദാവീദ് നാബാലിനെ സന്ദർശിച്ചപ്പോൾ നാബാൽ മോശമായി പെരുമാറിയതുകൊണ്ട് ദാവീദ് നാബാലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ഭൃത്യന്മാർ അബിഗയിലിനെ അറിയിച്ചു. അവൾ കഴുതപ്പുറത്ത് കയറി മലയടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദാവീദും അനുയായികളും എതിരെ വരുന്നത് കണ്ടു. ദാവീദിനെ കണ്ടപ്പോൾ അബിഗയിൽ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് തൻ്റെ ഭർത്താവ് മോശമായി പെരുമാറിയതിന് മാപ്പപേക്ഷിച്ചു. ദാവീദ് പറഞ്ഞു, ഞാൻ നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം നാബാൽ മരിച്ചു. ദാവീദ് അബിഗയിലിനെ ഭാര്യയായി സ്വീകരിച്ചു. ജസ്രയേലിൽ നിന്ന് അഹിനോമാവിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു. ദാവീദിന് ഭാര്യയായി നൽകിയിരുന്ന തൻ്റെ മകൾ മിഖാലിനെ സാവൂൾ ലായിഷിൻ്റെ മകൻ ഫാൽത്തിക്ക് ഭാര്യയായി നൽകി. സാവൂൾ കരുത്തരായ 3000 ഇസ്രായേലരോടൊത്ത് ദാവീദിനെ തിരക്കി സിഫ് മരുഭൂമിയിലേക്ക് പോയി. ദാവീദ് സാവൂൾ പാളയമടിച്ചിരുന്ന സ്ഥലത്തേക്ക് ചെന്നു. സാവൂളിനെ കൊല്ലാൻ ദാവീദിനോട് തൻ്റെ അനുചരന്മാർ പറഞ്ഞെങ്കിലും ദാവീദ് അത് ചെയ്തില്ല. മറിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന സാവൂളിൻ്റെ തലയ്ക്കിൽ നിന്നും കുന്തം എടുത്തുമാറ്റി ദാവീദ് വളരെ അകലൊരു മലമുകളിൽ കയറി നിന്ന് സാവൂളിനെ ഉച്ചത്തിൽ വിളിച്ചു. എന്തിനാണ് തന്നെ കൊല്ലുവാൻ സാവൂൾ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു. ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങേ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവൻ്റെ വഴിക്ക് പോയി. സാവൂൾ കൊട്ടാരത്തിലേക്കും മടങ്ങി. 1 സാമുവേൽ 26-ാം അധ്യായം 23-25 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ധാരകളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.